ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെട്ടു എന്ന് ആദ്യഘട്ടം മുതൽ കേൾക്കുകയും പിന്നീട് ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ള വാർത്ത വരികയും ചെയ്ത ഒരു അവസരം കൂടെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇന്നലെയൊക്കെ രാവിലെ ഇവിടെ മൊത്തം മാധ്യമങ്ങളായിരുന്നു. എന്താണ് ഒരു നിയുക്ത മന്ത്രിയുടെ പ്രതികരണം എടുക്കാനുള്ള തിരക്കിലായിരുന്നു എല്ലാവരും. പക്ഷെ പിന്നീട് വൈകുന്നേരമായപ്പോൾ അതൊരു പ്രതീക്ഷയില്ലായ്മയായി മാറിയോ? അല്ല, എനിക്ക് അങ്ങനെ പ്രതീക്ഷയില്ല. നിങ്ങൾ ഒരു പ്രതീക്ഷ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ കൊടുത്തതാണ്. ഞാൻ പറയാത്തൊരു കാര്യത്തെ മാധ്യമങ്ങൾ ഇച്ചിരി എന്താ പറയാ, നിങ്ങൾ ഇച്ചിരി ഓവർ എക്സൈറ്റഡാ. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് തീർന്നപ്പോൾ തൊട്ട് ഈ ഒരു ഏതെങ്കിലും പ്രശ്നം ഈ പാർട്ടിയിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പ്രത്യേകിച്ച് ആദ്യം മുഖ്യമന്ത്രി ചൊല്ലിയായിരുന്നു, പിന്നെ മന്ത്രിമാരെ. അപ്പോൾ ആ മന്ത്രിമാരിൽ എന്നെയാണ് പിടിച്ചത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എനിക്കൊന്ന് ഉയർന്നു കേട്ട പേരുകളിൽ അങ്ങനെ ഇല്ല എന്നൊരു ലിസ്റ്റ് വന്നത് ഒടുവിൽ താങ്കളുടെ മാത്രമാണെന്ന് തോന്നുന്നു. അതൊരു മാധ്യമ സൃഷ്ടിയാണെന്നാണോ ഇപ്പൊ പറഞ്ഞു? അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയണ്ടേ, എന്നെ അറിയിക്കണ്ടേ? അങ്ങനെ കാര്യമില്ല. അപ്പം മാധ്യമങ്ങൾ എന്തുകൊണ്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണത് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൊള്ളുക. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഒരു പ്രഷർ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വരുമായിരുന്നു എന്ന് കരുതി. ഞാൻ പറഞ്ഞിരുന്നു, എന്നെ സംബന്ധിച്ച് പാർട്ടി ഒരു തീരുമാനം എടുത്താൽ പാർട്ടി ഒരു തീരുമാനം നല്ലത്. ഇപ്പം മന്ത്രി എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഏതെങ്കിലും തരത്തിൽ നിന്നിപ്പം പിന്നെ എ കെ ആന്റണീനെയൊക്കെ കാണാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? കാരണം അത്തരത്തിൽ ഏതെങ്കിലും പ്രതികരണമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഉള്ളത് കുടുംബ ബന്ധമാണ്. അതൊരു പാർട്ടി ബന്ധത്തിനപ്പുറം കുടുംബ ബന്ധമാണ്. അതൃപ്തിയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങളായിട്ട് അതൃപ്തി ഉണ്ടാക്കരുത്. പാർട്ടിക്കൊപ്പം അടിയുറച്ച് തന്നെ ഉണ്ടാവും. ആ ചോദ്യം തന്നെ അനാവശ്യമാണ്. ഇന്ന് റിപ്പോർട്ടറിന്റെ എല്ലാ ക്യാമറമാരും അവിടെ കാണണം, ഒന്നും കുറയ്ക്കരുത്. LDF ഉണ്ടായിരുന്ന അത്രയും ഇന്നും കാണണം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? എല്ലാ മന്ത്രിമാർക്കൊപ്പം നമ്മൾ പോകാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് 6 മണി മുതൽ. നിങ്ങൾക്ക് ബെസ്റ്റ് വിഷസ് നല്ലപോലെ അറിയാൻ പറ്റട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.